16-ാം അധ്യായം 15-ാം അധ്യായം അതിൻ്റെ 54-55 മുതൽ വായിക്കും. 1 Corinthians 15-ാം അധ്യായം അതിൻ്റെ 55-54 എടുത്തടക്കം. ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? ഈ പദം ചെയ്യുമെന്ന് പറയാമോ? മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവരുടെ ചേർന്ന് പറയാം, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ആശ കാണിച്ചോ, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവരുടെ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ലോകമെമ്പാടും ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ഹല്ലേലൂയ. എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് ഈ ജയം തന്നിട്ട് 2025 വർഷമായി. ഹല്ലേലൂയ. എത്ര വർഷമായി? 2025 വർഷമായി ദൈവം നമുക്ക് ജയം തന്നിട്ട്. ഹല്ലേലൂയ. പിശാചിന്റെ തലയെ തകർത്തിട്ട് എന്റെ യേശു നമുക്ക് ജയം തന്നിട്ട് 2025 വർഷമായി. അത് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു? ആഘോഷിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഹല്ലേലൂയ, നമ്മളിപ്പോൾ ഏതിലാണ് ആയിരിക്കുന്നത്? ഉയർപ്പിലാണ്. നമ്മൾ ഏതിലാണ് ആയിരിക്കുന്നത്? ഉയർപ്പിലാണ്. ഉയർപ്പ്. ഇവിടെ പറഞ്ഞ മരണം എന്ത് ചെയ്തു? നീങ്ങി. മരണം നീങ്ങി. എന്താണ് വന്നിരിക്കുന്നത്? ജയം. ഇത് വന്നിട്ട് എത്ര വർഷമായി? 2025 വർഷം. പക്ഷെ ഇന്നും ഈ സത്യം തിരിച്ചറിയാതെ അനേകരും മരണത്തിൽ കിടക്കും. ഹല്ലേലൂയ. മരണം നീങ്ങി ജയം വന്നിട്ട് എത്ര വർഷമായി? 2025 വർഷമായി മരണം നീങ്ങിട്ട് ജയം വന്നിട്ട്. ഹല്ലേലൂയ. പക്ഷെ ഇന്നും ഇത് അറിയാതെ ഒരു കൂട്ടം പേർ, അനേകായിരങ്ങൾ, ലക്ഷങ്ങൾ ഇന്നും മരണത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ആ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം വ്യാപരിക്കുകയാണ്. സ്വർഗ്ഗത്തിൽ ഇറങ്ങി നിൽപ്പുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നു. ഭയങ്കരമായ ദൈവത്തിന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി ഇതിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. ഉയർപ്പിന്റെ ശക്തി ഇതിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. കാരണം പറ, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. വിളിച്ചു പറ, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. അടുത്ത 2 കരങ്ങളോട് പറ, മരണം നീങ്ങി. നിങ്ങൾ അറിഞ്ഞോ? മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞെന്ന് ചോദിക്കും. നിങ്ങൾ അറിഞ്ഞോ? മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. 2025 വർഷമായിട്ട് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ജയത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. മരണത്തിന്റെ ശക്തിയല്ല, ജയത്തിന്റെ ശക്തി. മരണത്തിന്റെ ശക്തിയല്ല, ജയത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് ഉയർപ്പിന്റെ ശക്തിയാണ്. അതുകൊണ്ട് നമ്മൾ മരണത്തിന്റെ പിന്നാലെ പോണോ? ഹല്ലേലൂയ. യേശു കുരിശ് ചുമന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ കുരിശ് ചുമക്കാതിരിക്കാനാണ് യേശു എന്ത് ചെയ്ത്? കുരിശ് ചുമന്നത്. ഹല്ലേലൂയ. നമ്മൾ മരിക്കാതിരിക്കാനാണ് യേശു എന്ത് ചെയ്ത്? നമുക്ക് വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് നമുക്ക് വലിയൊരു ജയത്തെ ദൈവം തന്നു. ഹല്ലേലൂയ. ഒരു വചനം കൂടി വായിക്കാമോ? കൊലോസ്യർ ലേഖനം 2:15 എടുത്തിറക്കാക്കി. കൊലോസ്യർ ലേഖനം കൊലോസ്യർ 2:15. കൊലോസ്യർ 2-ാം അധ്യായം 15-ാമത്തെ വചനം എടുത്തിറക്കാൻ വായിക്കും. കൊലോസ്യർ 2:15 വേഗത്തിൽ വായിക്കും. വാഴ്ചകളെയും അധികാരങ്ങളെയും
ആയുധവർഗം കൽപ്പിച്ച് ക്രൂശിൽ അവിടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. എന്നിട്ട് ആ പിശാചെത്തി പരസ്യമായ കാഴ്ചയാക്കി. ഇവിടെ പറയുന്നത് ചേർന്ന് പറയാമോ? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം കൽപ്പിച്ച് അവരുടെ മേൽ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഹല്ലേലൂയ. സകല വാഴ്ചകളെയും അധികാരങ്ങളെ ആയുധവർഗം കൽപ്പിച്ച് ക്രൂശിൽ അവിടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. 2025 വർഷമായി ഈ ജയോത്സവം കൊണ്ടാടുകയാണ്. ഹല്ലേലൂയ. എത്ര വർഷമായി ജയോത്സവം കൊണ്ടാടുകയാണ്? 2025 വർഷമായി സകല പിശാചിനെയും കാൽവരി ക്രൂശിൽ പരസ്യമായ കാഴ്ചയാക്കിയിട്ട് ജയോത്സവം കൊണ്ടാടിയിട്ട് 2025 വർഷമായി. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് അനേകം പേർ ഇത് അറിയാതെ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് അറിയാതെ ഇന്ന് മരണത്തിന്റെ പിന്നാലെ പോകുകയാണ്. ഇന്ന് കുരിശ് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഇന്ന് കുരിശിൽ നിന്ന് മല കയറുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ അറിഞ്ഞോ? മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഇനി നമ്മൾ കുരിശ് ചുമക്കേണ്ട, ഇനി നമ്മൾ മല കയറേണ്ട. ഈ ഉയർപ്പിന്റെ ശക്തിയിൽ നമ്മളത് വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ മരിച്ചെന്ന് വിചാരിക്കും, ഞാൻ മരിച്ചു എന്ന് വിചാരിക്കും. ഹല്ലേലൂയ. പക്ഷെ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഉയർത്തും. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾ എന്നെ, ഞാനിപ്പോ നിങ്ങളുടെ കൂടെ നടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ മരിച്ചത് നിങ്ങളുടെ മനസ്സിൽ കാണും, ഞാൻ ജീവനോടെ നടക്കണം നിങ്ങൾക്ക് മനസ്സിൽ തോന്നും. ജീവനോടെ നടക്കുന്ന ഒരു വ്യക്തി മരിച്ച്, ഓക്കെ ശരി, എത്ര ദിവസം മരിച്ചുള്ളൂ? 2 ദിവസമാണ് മരിച്ചു കിടന്നത്. പക്ഷെ 3 ദിവസം എന്ത് ചെയ്തു? ജീവൻ വന്ന് ഞാൻ നടക്കണം. വീണ്ടും എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂടെ ഞാൻ നടക്കണം. അപ്പോൾ ഞാൻ ജീവനോട് നടക്കുന്നതിന് പ്രാധാന്യം കൊടുക്കും, 2 ദിവസം മരിച്ചതിന് പ്രാധാന്യം കൊടുക്കും. ഹല്ലേലൂയ. മരിച്ചത് എത്ര ദിവസം മരിച്ചുള്ളൂ? 2 ദിവസം. കല്ലറയ്ക്ക് എത്ര ദിവസം ഇരിക്കുന്നുള്ളൂ? 2 ദിവസം. വീണ്ടും 2025 വർഷമായിട്ട് വീണ്ടും യേശു നമ്മുടെ കൂടെ നടക്കുകയാണ്. ഹല്ലേലൂയ. ഈ വെളിപ്പാടില്ലാത്തവർ ഇന്ന് മരണത്തെയാണ് കൊണ്ട് നടക്കുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ ഉയർപ്പിൽ വിശ്വസിക്കാത്തവരാണ് ഇന്ന് മരണത്തെ കൊണ്ട് നടക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയാം, യേശു 2025 വർഷം മരിച്ചു, നമുക്ക് വേണ്ടി പങ്കപ്പാടൊക്കെ സഹിച്ചു. പക്ഷെ അതിനെ ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞു, ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ചേരണം. അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്നിട്ട് ഈ ജയത്തിൽ നമ്മൾ ആഘോഷിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ ദുഃഖിച്ച് നടന്നുകൊണ്ട് കാര്യമില്ല. ഈ ഉയർപ്പിൽ നിങ്ങൾ പങ്കാളിയായി തീരണം. എങ്ങനെ പങ്കാളിയായി തീരും? ഞാൻ കഴിഞ്ഞ പറഞ്ഞു, എങ്ങനെ പങ്കാളിയായി തീരും? അവനോട് കൂടെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരും. ഈ അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരാത്തവരാണ് ഈ സത്യം തിരിച്ചറിയുന്നത്. ദുഃഖിച്ച് നടക്കുന്നത്. ഹല്ലേലൂയ. ദുഃഖ വെള്ളിയാഴ്ച ഭയങ്കര കരച്ചിലും വീഴ്ചയിലൊക്കെ നടക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മൾ എല്ലാവരും ഇത് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് യേശു എനിക്ക് വേണ്ടി കഷ്ടപ്പാട് സഹിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അവനേറ്റ കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവനോടുകൂടെ ചേരണം. എങ്ങനെ ചേരണം? അവനോടുകൂടെ സ്നാനപ്പെട്ട് അവനോടുകൂടെ ചേരണം. ഹല്ലേലൂയ. നിങ്ങൾ അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരണം. നിങ്ങൾ അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് യേശു സഹിച്ച പങ്കപ്പാടുകളെ കുറിച്ച് വേദന ഉണ്ടെങ്കിൽ, അവനോട് എന്തെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ, നിങ്ങൾ അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരണം. കുരിശ് കൊണ്ട് നടന്നാൽ അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരാൻ പറ്റത്തില്ല. മല കയറിയാൽ അവന് വന്ന് പങ്കാളിയായി തീരാൻ പറ്റത്തില്ല. പിന്നെയോ അവന്റെ മരണത്തിൽ നിങ്ങൾ പങ്കാളിയായി തീരണമെങ്കിൽ അവനോട് ചേർന്ന് സ്നാനപ്പെടണം. എന്ന് പറഞ്ഞാൽ മുങ്ങി സ്നാനം എടുത്ത് നിങ്ങളുടെ സകല പാപത്തെ വെള്ളത്തിൽ കുഴിച്ചിട്ട് അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന് അവന്റെ ഉയർപ്പിൽ ജീവിക്കണം. ഹല്ലേലൂയ. നമ്മൾ എന്തിനാണ് ജീവിക്കേണ്ടത്? ഉയർപ്പിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, പാപത്തിന്റെയും
പറയുന്നത് ക്രിസ്തു യേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതേപോലെ ഇന്ന് പകലിക്കൽ കത്ത് പറയുന്നു, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? ഹല്ലേലൂയ. ഇന്ന് പകലിക്കൽ വിളിച്ചു പറ, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. മരണം നീങ്ങി പോ, മരണം മാറി, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളിപ്പോ മരണത്തിലല്ല ജീവിക്കുന്നത്, പിന്നെയോ പറ ജീവൻ. ഹല്ലേലൂയ. ജീവനാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ജീവനിൽ ജീവിക്കാത്തത് കൊണ്ടാണ് 2 ദിവസം മരണത്തിൽ ദുഃഖിച്ച് നടക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾക്ക് ആ വേദന ഉണ്ടെങ്കിൽ, ആ ദുഃഖം ഉണ്ടെങ്കിൽ, യേശുവിന്റെ മരണത്തിൽ പങ്കാളിയെ തീരുന്ന സ്നാനത്താൽ അവനോട് ചേർന്ന് നീ ജയാളിയായി നടക്കണം. ജയാളിയായി ക്രിസ്തു യേശുവിൽ ജയാളിയായി ക്രിസ്തു യേശുവിൽ ജയാളിയായി നടക്കണം. മനസ്സിലാക്കുന്നത് നമുക്കൊരു വേദന വായിക്കാം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വചനം. അപ്പോസ്തല പ്രവൃത്തി 2:24 എടുത്തൊരാൾക്ക് വായിക്കാം. ദൈവമോ മരണഭാഷകളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. എന്റെ കേൾക്കുന്ന സഹോദരങ്ങളെ, എത്ര പേർ തിരിച്ചറിയുന്നു? ഇവിടെ പറയുന്നു, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് യേശു കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. എന്ത് ഭാഷ? മരണത്തിന്റെ ഭാഷ. മരണത്തിന്റെ ഭാഷ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. എടുക്കാമോ? മത്തായി സുവിശേഷം 27-ാം അധ്യായം. മത്തായി സുവിശേഷം 27-ാം അധ്യായം 65, 66 വചനങ്ങൾ എടുത്തവരാണ്. മത്തായി സുവിശേഷം പീലാത്തോസ് അവരോട് കാവൽ കൂട്ടത്തെ തരാം, നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുകയും എന്ന് പറഞ്ഞു. അവർ ചെന്നു കല്ലിന് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇതാണ് മരണപാശത്തെ പിതാവായ ദൈവം അഴിച്ചു മാറ്റുന്നത്. എങ്ങനെയാണ്? ഇവിടെ പറയണ, യേശുവിനെ ക്രൂശിച്ചു കല്ലറയ്ക്കകത്ത് വച്ചതിന് ശേഷം വീണ്ടും ഈ ബിഷപ്പിനും സംഘത്തിനും ഒരു ഉറക്കമില്ല. ബിഷപ്പിന് സംഘത്തിനും ഉറക്കം. യേശുവിനെ ക്രൂശി വന്നത് ആരൊക്കെയാണ്? യേശുവിനെ ക്രൂശി വന്നത് ആരൊക്കെയാണ്? മഹാപുരോഹിതന്മാർ, ഇന്നത്തെ ബിഷപ്പ്, പുരോഹിതന്മാർ, ഇന്നതിന്റെ പള്ളിയച്ചന്മാര്, പരീക്ഷന്മാര്, ശാസ്ത്രന്മാര്, കമ്പനിക്കാരും പള്ളിയിൽ പ്രധാനികളൊക്കെ ചേർന്നാണ് ആരെ ക്രൂശി കൊന്നത്? യേശുവിനെ ക്രൂശിച്ചു കൊന്നത്. ഹല്ലേലൂയ. എന്നിട്ട് കല്ലറക്കത്ത് വച്ചിട്ട് അവർക്കൊരു സ്വസ്ഥതയില്ല. എന്ന് പറഞ്ഞാൽ യേശു ജീവിച്ചിരുന്ന ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരത്തെ പൊളിക്കും, ഞാൻ 3 നാൾ കൊണ്ട് പണി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ശിഷ്യന്മാര് പോലെ എന്ത് ചെയ്തു? മറന്നുപോയി. പക്ഷെ എവിടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവര് പിലവെന്ന് പറയാണ്, ഇനി അവന്റെ ശിഷ്യന്മാർ വന്ന് അവന്റെ ശരീരം മോഷ്ടിച്ചിട്ട് പോയിട്ട് ഇവ വീണ്ടും ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാലോ, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അവന്റെ കല്ലറ ഒന്ന് ലോക്ക് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ആ പണ്ട് കാലങ്ങളിലെ ഒരു ഗുഹയാണ്. ഗുഹയ്ക്കകത്താണ് എന്ത് ചെയ്യുന്നത്? ബോഡി കൊണ്ട് വയ്ക്കുന്നത്. പാറ വെട്ടിയ ഗുഹയാണ്. അതിനകത്ത് ബോഡി കൊണ്ട് വെച്ചിട്ട് അതിന് പുറത്ത് കല്ലുകൊണ്ട് ഉരുട്ടി വെക്കും. ഹല്ലേലൂയ. അങ്ങനെ അരിമത്ഥ്യയിലെ ജോസഫ് അത് ചെയ്തിരുന്നു. പക്ഷെ എന്നിട്ട് ഇവർക്കൊരു ഒരു സ്വസ്ഥതയില്ല. ഇനി ശിഷ്യന്മാർ വന്ന് ബോഡി എടുത്തിട്ട് യേശു ഉയർത്തിട്ട് പറഞ്ഞാലോ എന്ന് പറഞ്ഞ് പേടിച്ചിട്ട്
ഇനി യേശു ഉയർത്താലോ എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് എന്ത് ചെയ്തു? പീലാത്തോസ് പറയാണ്, അരബിന്റെ ജോസഫ് ചെറിയ കല്ലങ്ങൾ കൊണ്ട് വച്ചിരിക്കുന്നത് ഭാഗത്തെടുത്ത് കളഞ്ഞിട്ട് യേശു പുറത്ത് വന്നാലോ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഞങ്ങളെ സഹായിക്കണം. പീലാത്തോസ് കസേര പോകുന്നത് പേടിച്ചിട്ട് അവർ പറഞ്ഞ പോലെ ചെയ്തു. നിങ്ങൾക്ക് ഞാൻ എന്ത് വേണം സഹായിച്ചത്? നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. അവര് ചെയ്തെല്ലാം നന്നായി. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്തു? ആ ജോസഫ് നമ്മുടെ അടച്ചു വെച്ചിരുന്ന ചെറിയ കല്ലിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ഇവരെല്ലാം 100 വലിയൊരു കല്ലിൽ എന്ത് ചെയ്തു? ആ കല്ലറയുടെ ഗുഹയുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് വലിയ ചങ്ങല കൊണ്ട് ചുറ്റിയൊക്കെ എന്ത് ചെയ്തു? കെട്ടി. എന്നിട്ട് റോമാ ഗവൺമെന്റ് മുദ്ര വെച്ചു. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? ആരും കല്ലറ തൊടാൻ പാടില്ല. ഗവൺമെന്റ് മുദ്ര വെച്ച് കഴിഞ്ഞാൽ ആരും തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, ചരിത്ര സംഭവമാണ്. അതിന് മുമ്പോ അതിന് ശേഷമോ ഒരാളുടെ കല്ലറയെ ഇങ്ങനെ മുദ്ര ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. വലിയ കല്ലുരുട്ടി വെച്ചില്ല, ചങ്ങല കൊണ്ട് കെട്ടിയില്ല, മുദ്ര വെച്ചില്ല. അതിന് പറഞ്ഞിട്ട് പട്ടാളക്കാരെ കൊണ്ട് തോക്കി പിടിച്ച് എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. എന്തിനു വേണ്ടി? ശിഷ്യന്മാരൊന്ന് യേശുവിന്റെ ശരീരം മോഷ്ടിക്കാതിരിക്കുക. ഹല്ലേലൂയ. അവർ വിചാരിച്ച് ശിഷ്യന്മാർ മോഷ്ടിക്കുമെന്ന് വിചാരിച്ചത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയാം, ഇതാ പീലാത്തോസ് സൈന്യം വന്ന് എന്ത് ചെയ്തു? ഈ ബിഷപ്പ് ടീമും വന്ന് എന്ത് ചെയ്തു? യേശുവിന്റെ കല്ലറ വലിയ കല്ലുരുട്ടി വെച്ചു, ചങ്ങല കൊണ്ട് ബന്ധിച്ചു, മുദ്ര വെച്ചു, റോമാ ഗവൺമെന്റ് സീൽ ചെയ്തു. ഹല്ലേലൂയ. എന്നിട്ട് വലിയൊരു കൂട്ടം പട്ടാളത്തെ എന്ത് ചെയ്തു? അവിടെ കൊണ്ട് കാവൽ നിർത്തി. ഹല്ലേലൂയ. പക്ഷേ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ മന്ദിരത്തെ പൊളിച്ച് ഞാൻ 3 ദിവസം കൊണ്ട് പണി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ക്രൂശിച്ച് കൊന്നാൽ ഞാൻ 3 ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. കരങ്ങളടിച്ചവരെ സ്തുതിക്ക്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, യേശു പറഞ്ഞ നിങ്ങൾ എന്നെ കൊന്നു കുഴിച്ചു കൂടിയാല് ഞാൻ 3 ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. അതേപോലെ തന്നെ 3 ദിവസം പ്രഭാതമായപ്പോൾ തന്നെ ഇതാ 3 സഹോദരിമാർ യേശുവിന്റെ കല്ലറ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിനു മുമ്പ് തന്നെ സ്വർഗ്ഗത്തിലെ ദൂതൻ അവിടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. 28-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയും, സ്വർഗ്ഗത്തിലെ ദൂതൻ ആ കല്ലറയുടെ പുറത്ത് ഇറങ്ങി വന്നിരുന്നു. ഹല്ലേലൂയ. ദൂതൻ വന്നപ്പോൾ തന്നെ വലിയ ഭൂകമ്പം അവിടെ ഉണ്ടായി. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായി. ഹല്ലേലൂയ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവന്റെ വസ്ത്രം വെണ്മയുള്ളതായിരുന്നു. ഹല്ലേലൂയ. അവന്റെ രൂപമോ ഒരു മിന്നൽ പോലെ ആയിരുന്നു. ഹല്ലേലൂയ. എന്നെ അത് വായിക്കുന്നു, അവന്റെ രൂപം മിന്നൽ വെച്ചതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു. കാവൽക്കാർ അത് കണ്ട് ഞെട്ടി. വിറച്ചു മരിച്ചവരെ പോലെ തോക്കും പിടിച്ചിരുന്ന ഈ കാവൽക്കാർ പട്ടാളക്കാർ ദൂതൻ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ തന്നെ അവർ പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെ അവരെ ബോധം പോയി. ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങി വന്നപ്പോൾ തന്നെ വലിയ ഭൂകമ്പം ഉണ്ടായി. ആ ദൂതൻ ഇറങ്ങി കല്ലറ ഇറങ്ങിയപ്പോൾ തന്നെ കല്ലറയെ ബന്ധിച്ച ചങ്ങലകൾ പൊട്ടി മാറിയിട്ട്, ആ സീലുകൾ എല്ലാം പൊട്ടി മാറിയിട്ട്, പീലാത്തോസിന്റെ മുദ്ര പൊട്ടി മാറിയിട്ട് കല്ല് താഴെ ഉരുണ്ടുപോയി. ഹല്ലേലൂയ. ഇവർ 10 പേരെ ചേർന്ന് കൊണ്ട് ഉരുട്ടിക്കൊണ്ട് വെച്ച കല്ല് ഇതാ താഴെ ഉരുണ്ടുപോയി. ഹല്ലേലൂയ. ഭൂതം കയറി ആ കല്ലിന്റെ പുറത്ത് ഇരുന്നു. ഹല്ലേലൂയ. യേശു പുറത്ത് വരാതിരിക്കാൻ ഇവർ എന്തൊക്കെ ചെയ്തോ അതിനെല്ലാം പൊട്ടിച്ചുകൊണ്ട് യേശു പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷയമുള്ളവരുടെ ചോദിച്ചുകൊണ്ട് മരണത്തെ പാദത്തെ കാൽ കീഴാക്കി ഇതാ യേശു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഒരു പീലാത്തോസിന്റെ ഗവൺമെന്റിന്, ഒരു പട്ടാളത്തിന്, ഒരു കല്ലറയ്ക്ക്, ഒരു ചങ്ങലയ്ക്ക്, ഒരു മുദ്രയ്ക്ക് യേശുവിനെ തടയാൻ പറ്റിയില്ല. യേശു പറഞ്ഞതുപോലെ തന്നെ 3 ദിവസം യേശു ഉയർത്തെഴുന്നേറ്റ് മരിച്ചു. കരങ്ങൾ അടിച്ച് ഇത് മക്കളെക്കാലം ദൈവത്തിന്റെ ഭയങ്കര ജോലി. നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ വ്യാപരിക്കുന്നത് മരണത്തിന്റെ സ്പിരിറ്റ് അല്ല, ഇതാ ഉയർപ്പിന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി. ഇന്ന് മകൾക്കാലം ഇതിനകത്ത് വ്യാപരിക്കുന്നത് ഉയർപ്പിന്റെ ശക്തി. എത്ര പേര് മനസ്സിലാവുന്നുണ്ട്? എത്ര പേര് ഇതിപ്പോ കാര്യം പിടിക്കിട്ട് ഇന്ന് മകൾക്കാലം സകല പിശാചിന്റെ ചങ്ങലകളെ പൊട്ടിച്ചിട്ട് അവരെ കല്ലിനെ ഉരുട്ടി മാറ്റി പട്ടാളക്കാർ മരിച്ചവരെ പോലെ ആക്കിയിട്ട് യേശു പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തലന്മാരുടെ പത്രോസ് വിളിച്ചു പറഞ്ഞു, എന്റെ ദൈവമോ യേശുവിന്റെ മേൽ ഉണ്ടായിരുന്ന സകല മരണവാസങ്ങളെ അഴിച്ചിട്ട് അവരുടെ
മരണത്തിന് അവരെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. യേശുവിനെ പിടിച്ചു വയ്ക്കാം ഒരു റോമാരോഗത്തിന് മുദ്രയ്ക്കോ ഒരു ബിഷപ്പിനോ ഒരു അച്ഛന്മാർക്കോ ഒരു കമ്മിറ്റിക്കാർക്കോ ഒന്നിനും കഴിഞ്ഞില്ല. ഒരു കല്ലറയെ കൊണ്ട് പറ്റിയില്ല. യേശു പറഞ്ഞതുപോലെ അവർ ഉയർത്തെഴുന്നേറ്റു. ഓ ഇത് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറിക്കാൻ വരികയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറിക്കാൻ വരികയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറിക്കാൻ വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, എന്റെ യേശു ഇന്നിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെ യേശു ഇന്നിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെ യേശു ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെ യേശു ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ വ്യാപരിക്കുന്ന ശക്തി ഉയർപ്പിന്റെ ശക്തി അത്രേ. ഇവിടെ വ്യാപരിക്കുന്ന ശക്തി ഉയർപ്പിന്റെ ശക്തി അത്രേ. മരണത്തിന്റെ സ്പിരിറ്റല്ല. ഇന്ന് മക്കൾക്ക് സകല മരണം നീങ്ങി ഇവിടെ ജയം വന്നിരിക്കുന്നു. ചേർന്ന് പറയാം, ഓ ദൈവമോ ദൈവമോ മരണഭാഷകളെ അവനെ അഴിച്ചിട്ടു. ഓ ജീസസ് നമുക്കറിയാം, അവനെങ്ങനെ കല്ലറോടെ ചേർത്ത് ഇവിടെ യേശുവിനെ കല്ലറോട് ചേർത്ത് കെട്ടി വെച്ചു. പക്ഷേ എന്റെ ദൈവം ഇറങ്ങിയിട്ട് മാരണഭാഷകളെ അഴിച്ചു. മാരണഭാഷകളെ അഴിച്ചു. മാരണഭാഷകളെ അഴിച്ചു. മാരണഭാഷകളെ അഴിച്ചു. ഹല്ലേലൂയ. യേശുവിനെ കല്ലറയോട് ചേർത്ത് അവന്റെ തല മുതൽ പാദം വരെ കെട്ടി വച്ചു. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? യേശു പുറത്തു വരല്ലേ. യേശു പുറത്തു വരാതിരിക്കാം. യേശു പുറത്തു വരാതിരിക്കാം. അവനെ കെട്ടിപ്പൂട്ടി. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ ദൈവമോ ഹല്ലേലൂയ മരണഭാഷകളെ അഴിച്ചു. പിശാച് കെട്ടിയ മരണഭാഷകളെ എന്റെ യേശു അഴിച്ചു. ഇന്ന് മകൾക്കത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് പിശാച് കെട്ടിയ മരണഭാഷകൾ അഴിയുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് പിശാച് കെട്ടിയ മരണഭാഷകൾ അഴിയുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് പിശാച് കെട്ടിയ മരണഭാഷകൾ അഴിയുകയാണ്. നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് മരണഭാഷകൾ അഴിഞ്ഞു മാറുകയാണ്. എല്ലാ രോഗത്തിന്റെ ശക്തികൾ ഇന്ന് മകൾക്ക് അഴിഞ്ഞു മാറുകയാണ്. എല്ലാ രോഗബന്ധനങ്ങളും ഇന്ന് മകൾക്ക് അഴിയുകയാണ്. രോഗബന്ധനങ്ങൾ അഴിയുന്നു. രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നു. ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇന്ന് മകൾക്ക് ഈ വചനത്തിന്റെ ശക്തിയുടെ ചലിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, പിതാവായ ദൈവം മരണഭാഷകളെ അഴിച്ചിട്ട് എന്റെ ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അടുത്ത വചനം, മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. കല്ലറയ്ക്ക് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. റോമാ ഗവൺമെന്റ് മുദ്രയ്ക്ക്, ചങ്ങലയ്ക്ക്, കല്ലിന് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. പട്ടാളക്കാർക്ക് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. പൈശാചിക ശക്തികൾക്ക് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. അവൻ പറഞ്ഞതുപോലെ സകല പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായ വിളിച്ചു പറയാം, പിതാവായ ദൈവമോ മരണഭാഷകളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. യേശു പുറത്തു വന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ പുറത്തു വരും. അതാണ് കരപ്പെടുത്തു പറയാം, നിങ്ങൾ പുറത്തു വരും. നിങ്ങൾ പുറത്തു വരും. നിങ്ങൾ പുറത്തു വരും. നിങ്ങൾ പുറത്തു വരും. പോയി പറ, നിങ്ങൾ പുറത്തു വരും. നിങ്ങൾ പുറത്തു വരും. നിങ്ങൾ പുറത്തു വരും. യേശുവിന്റെ നാമത്തിൽ ഇത് പകൽക്കാലം ഞാൻ നിങ്ങൾ പറയാം, നിങ്ങൾ പുറത്തു വരും. നിങ്ങൾ പുറത്തു വരും. ഓ, നിങ്ങളെ ഒതുക്കാൻ ഒരു പിശാചിനെ കൊണ്ട് പറ്റിയില്ല. നമ്മളെ അപ്പനെ ഒതുക്കാൻ ഒരു പിശാചിനെ കൊണ്ടോ ഒരു കല്ലറയെ കൊണ്ടോ ഒരു കുരിശിനെ കൊണ്ടോ എന്റെ യേശുവിനെ ഒതുക്കാൻ പറ്റിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, നിങ്ങളെ ഒതുക്കാൻ ഒരു പിശാചിനെ കൊണ്ട് പറ്റിയില്ല. നമ്മളെ അപ്പനെ ഒതുക്കാൻ ഒരു കല്ലറയെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളെ ഒതുക്കാൻ ഒരു പിശാചിനെ കൊണ്ട് പറ്റത്തില്ല. ഓ ജീസസ്
ആ ദൈവത്തിന്റെ ശക്തിയുടെ ചലിക്കുകയാണ്. ആ ദൈവത്തിന്റെ ശക്തി ഇത് പകൽക്കാലം 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 ചലിക്കുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം വിഭാഗന വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇത് പകൽക്കാലം വ്യാപരിക്കുന്നു. വിഭാഗന സ്വർഗ്ഗം ഇറങ്ങി വിളിച്ചു പറ. മരണം നീങ്ങി, ജയം വന്നിരിക്കുന്നു, ജയം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിനെ കെട്ടിപ്പൂട്ടാന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. യേശുവിനെ കെട്ടിപ്പൂട്ടാന്ന് വിചാരിച്ചു. പക്ഷെ കെട്ടിപ്പൂട്ടാന്ന് വിചാരിച്ചവരുടെ തലയെ തകർത്തിട്ട് യേശു കാൽവരി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. വാഴ്ചകളെയും അധികാരങ്ങളെ അവൻ ആയുധവർഗം കൽപ്പിച്ച് ക്രൂശിൽ അവിടെ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി മാറ്റി. ഇത് നിങ്ങളുടെ വെളിപ്പെടാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ വെളിപ്പെടാൻ എത്ര പേർക്ക് വിശ്വസിക്കുന്ന അമ്മകളൊന്നും നിലവിളിച്ചു അല്ലെ? ഇല്ല. അമ്മ വല്ലാതെ ഭാരപ്പെട്ടു നിലവിളിച്ചു, കിടക്കാൻ പറ്റാതെ നിലവിളിച്ചു. പക്ഷേ ഞാൻ പറയാം, അമ്മയെ ദൈവ സൗഖ്യത്തോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഞാൻ പറയാം, ദൈവത്തിന്റെ കര ഇതിനകത്ത് ചലിക്കുകയാണ്. എന്റെ ദൈവത്തിന്റെ കര ഇത് മക്കൾക്ക് ഇതിന് ചലിക്കണം. വിളിച്ചു പറ, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ പിശാച് നിങ്ങളുടെ മരണത്തിന് വേണ്ടി കൊണ്ടിട്ട രോഗങ്ങൾ ഇന്ന് മകൾക്കാലം അഴിഞ്ഞു മാറുകയാണ്. നിങ്ങൾക്ക് രോഗം കൊണ്ടിട്ട് നിങ്ങളുടെ മരണത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിശാചുകളുടെ എല്ലാ രോഗങ്ങളും ഇന്ന് മകൾക്കാലം അഴിയുകയാണ്. യേശുവിൽ നിന്ന് പിതാവായ ദൈവം മരണവാശികൾ അഴിച്ചു മാറ്റിയതുപോലെ നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് എല്ലാ രോഗത്തിന്റെ ഭാഷകൾ ഇന്ന് മകൾക്കാലം അഴിയുകയാണ്. നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് എല്ലാ മരണത്തിന്റെ ഭാഷകളും ഇന്ന് മകൾക്കാലം അഴിഞ്ഞു മാറുകയാണ്. എല്ലാ മരണത്തിന്റെ ഭാഷകൾ ഇന്ന് മകൾക്കാലം അഴിയുകയാണ്. യേശുവിൽ നിന്ന് സകല മരണവാശികൾ അഴിച്ചു മാറ്റിയതുപോലെ നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് സകല മരണവാശികൾ ഇന്ന് മകൾക്കാലം അഴിയുകയാണ്. എല്ലാ കിഡ്നി പ്രശ്നങ്ങൾ അഴിയുകയാണ്. ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ അഴിയുകയാണ്. ലിവറിന്റെ പ്രശ്നങ്ങൾ അഴിയുകയാണ്. എല്ലാ തൈറോയിഡുകൾ അപ്രത്യക്ഷമാകുകയാണ്. എല്ലാ ഷുഗറുകൾ മാറിപ്പോവുകയാണ്. എല്ലാ BP മാറുകയാണ്. കൊളസ്ട്രോൾ മാറുകയാണ്. എല്ലാ മുഴകൾ അപ്രത്യക്ഷമാകുകയാണ്. ക്യാൻസറുകൾ മാറുകയാണ്. ട്യൂമറുകൾ മാറുകയാണ്. ഇത് പകൽക്കാലം നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് മരണവാശകൾ, പിശാച് കൊണ്ട് കെട്ടിയ മരണവാശകൾ, പിശാച് കൊണ്ടിട്ട രോഗങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുകയാണ്. ഓ ജീസസ് 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 നമാശകേ. ഒരു വചനം വായിക്കാമോ? വെളിപ്പാട് പുസ്തകം എടുക്കാമോ? വെളിപ്പാട് പുസ്തകം. ഹല്ലേലൂയ. അതിന്റെ 1-ാം അധ്യായം അതിന്റെ 17, 12 വചനം എടുത്ത് വായിക്കാമോ? വെളിപ്പാടിന്റെ പുസ്തകം 1-ാം അധ്യായം 17, 12 വചനം എടുത്ത് വായിക്കേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണ് അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടണ്ട, ഞാൻ അന്ത്യനും ജീവനുള്ളവനും ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇത് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. ഇതാ യേശു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറയാമോ? വിളിച്ചു പറ, മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. ഇനിയെ കൊല്ലാൻ പറ്റത്തില്ല. ഇനിയെ കൊല്ലാൻ യേശു പറയാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. ഞാൻ മരിച്ചവനാകും. മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. വിളിച്ചു, മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞാൽ യേശുവിനെ കൊല്ലാൻ നോക്കിയ മരണത്തിനെയും പിശാചിനെയും പാതാളത്തോട് പൂട്ടിയിട്ട് താക്കോൽ യേശു കയ്യിലെടുത്തത്. മനസ്സിലാകുന്ന യേശുവിനെ കൊല്ലാൻ നോക്കിയ മരണത്തെയും പിശാചിനെയും പാതാളത്തിൽ തള്ളിയിട്ടിട്ട്
ഹല്ലേലൂയ. യേശു എന്ത് ചെയ്തു? അവരെ പൂട്ടി താക്കോൽ എടുത്തു. യേശുവിനെ പൂട്ടാൻ നോക്കിയവരെ യേശു പൂട്ടി താക്കോൽ എടുത്തു. ഹല്ലേലൂയ. ഇത് മക്കൾക്ക് തിരിച്ചറിയും. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. ഞാൻ മരിച്ചതാണ്, 2 ദിവസം മരിച്ചുള്ളൂ. പക്ഷേ യേശു വിളിച്ചു പറയുന്നു, ഞാൻ മരിച്ചവർ എന്താ ഞാൻ ജീവിക്കുക, എന്നേക്കുമായി ഞാൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി യേശു മാത്രത്തോട് കൊല്ലാൻ പറ്റുന്നില്ല. യേശു 2025 വർഷത്തിന് മുമ്പേ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. യേശു കല്ലറയോട് തീർന്നു പോയെങ്കിൽ യേശു തോറ്റ് കുന്നം പാടിയേനെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ ദൂതായിട്ട് വിളിച്ചു പറയാം. ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എന്ന് ഇങ്ങനെ പിശാച് നിങ്ങളെ ഒതുക്കാൻ പറ്റത്തില്ല. എന്റെ യേശുവിന് 2 ദിവസം മാത്രമേ കല്ലറയ്ക്ക് ഒതുക്കാൻ പറ്റിയുള്ളൂ. 3-ാമത്തെ ദിവസം ഒരു ഉയർപ്പുണ്ടായിരുന്നു. അതേപോലെ ഇന്ന് പകൽക്കൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ ഒതുക്കാൻ പിശാച് 2 ദിവസം മാത്രമേ കഴിയത്തുള്ളൂ. 3-ാമത്തെ ദിവസം ഒരു ഉയർപ്പാണ്. 3-ാമത്തെ ദിവസം ഒരു ഉയർപ്പുണ്ട്. 3-ാമത്തെ ദിവസം ഒരു ഉയർപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, 3-ാമത്തെ ദിവസം ഒരു ഉയർപ്പുണ്ട്. 3-ാമത്തെ ദിവസം ഉയർപ്പുണ്ട്. എത്ര ദിവസം ഒതുക്കാൻ പറ്റുള്ളൂ? 2 ദിവസം. യേശുവിനെ ഒതുക്കാൻ 2 ദിവസം മാത്രമേ കല്ലറയ്ക്ക് പറ്റത്തുള്ളൂ, കുരിശിന് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ 3-ാമത്തെ ദിവസം ഒരു ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ വിളിച്ചു പറയാം, ഞാൻ ആ ഉയർപ്പിന്റെ അകത്താണ്. ഹല്ലേലൂയ. വിളിച്ചു പറയാം, ഞാൻ ആ ഉയർപ്പിന്റെ അകത്താണ്. ഞാൻ മരണത്തിന്റെ അകത്തല്ല, ഞാൻ ഉയർപ്പിന്റെ അകത്താണ്. ഹല്ലേലൂയ. ഞാൻ ഉയർപ്പിന്റെ അകത്താണ്. ഹല്ലേലൂയ. ഞാൻ ഉയർപ്പിന്റെ അകത്താണ്. എന്റെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഇനി മരണത്തിന്റെ അകത്തല്ല, നിങ്ങൾ ഉയർപ്പിന്റെ അകത്താണ്. നിങ്ങൾ ഇനി തോൽവിയുടെ അകത്തല്ല, നിങ്ങൾ ജയത്തിന്റെ അകത്താണ്. ഹല്ലേലൂയ. ഞാൻ ആദ്യമായിട്ട് അതിന്റെ മടങ്ങി വരുന്നത് ഇവിടെ പറയുന്നു, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത വായിക്കാമോ? അവിടെ പറയുന്നു, ക്രിസ്തയേശുവിൽ എല്ലായ്പ്പോഴും നമ്മൾ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട്, ക്രിസ്തയേശുവിൽ നമ്മൾ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 15:55, ഹല്ലേലൂയ, 56, ഹല്ലേലൂയ. അവിടെ പറയുന്ന വായിക്കാമോ? ക്രിസ്തയേശുവിൽ നമ്മളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം. നമ്മുടെ ദൈവം എന്തായിട്ട് നടത്തുന്നത്? ജയാളിയായിട്ടാണ് നടത്തുന്നത്. ഹല്ലേലൂയ. നമ്മുടെ തോൽവികളെല്ലാം യേശു എടുത്തു മാറ്റിയിട്ട്, നമ്മുടെ തോൽവികളെല്ലാം അവൻ ഏറ്റെടുത്തിട്ട്, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ഇവിടെ പറയുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇത് ചേർന്ന് പറയാം, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടുത്തൊരു ആകയാൽ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യക്തമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിന്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവിൻ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ വേലയിൽ നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ധൈര്യശാലികളുമായിരുന്ന ദൈവത്തെ നിങ്ങൾ സേവിക്കണം. ഇന്നത്തെ കഷ്ടത വിചാരിച്ച് പോകരുത്. ഹല്ലേലൂയ. പൗലോസ് വിളിച്ചു പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേർതിരിക്കുന്നതാൽ കഷ്ടതയോ അഗ്നിയോ ആപത്തോ വാളോ കല്ലേറോ ഈർച്ചവാളോ കപ്പൽ ഛേദമോ കടല ഛേദമോ ഒന്നിനും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേർതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങളിൽ കഷ്ടത ഉണ്ടെങ്കിൽ, കണ്ണുനീരുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രതികൂലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. വിപത്ത് ചുരുക്കത്തിലാണ് വന്നത്. ഹല്ലേലൂയ. ഞാൻ ഈസ്റ്റർ പറഞ്ഞ പകരം ആഘോഷിക്കാൻ പോയി. പക്ഷേ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ വലിയ ജയത്തെയാണ് ദൈവം തന്നിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഈ ദൂരം കേൾക്കാൻ പറ്റുമോ? ഇന്ന് പകരം നിങ്ങൾക്ക് പ്രവചിച്ച് ഞാൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിന്റെ അകത്തുന്ന മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ഭർത്താവിന്റെ മേലിൽ നിന്ന് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. നിങ്ങളുടെ മക്കളുടെ മേലിൽ നിന്ന് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്റെ ദൈവം നിങ്ങളെ ക്രിസ്തു യേശുവിൽ എപ്പോൾ
നിന്റെ അകത്ത് സകല തോൽവികളെ എടുത്തു മാറ്റിയിട്ട് ഇന്ന് പകരങ്ങൾ എന്റെ ദൈവം നിങ്ങളെ ജയാളിയെ നടത്താൻ പോകുകയാണ്. നിങ്ങളെ ദൈവ ജയാളിയെ നടത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? യേശു ഉയർത്തെഴുന്നേറ്റ് അതുപോലെ സ്വർഗ്ഗത്തിൽ പോയില്ല. പിന്നെ എത്ര ദിവസം? 40 ദിവസം ശിഷ്യന്മാരോട് ഒപ്പം നടന്നു. ശിഷ്യന്മാരോട് ഒപ്പം നടന്നു. അപ്പോസ്തലന്മാരുടെ ഒന്നാം അധ്യായം വായിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 2ാമത്തെ വചനം. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. കണ്ടോ, യേശു ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ അങ്ങ് സ്വർഗ്ഗത്തിൽ ഉടനെ ചെന്നില്ല. പിന്നെ അവരുമായിട്ട് എത്ര ദിവസം നടന്നു? 40 ദിവസം അവരെ കൂടെ നടന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നത് താൻ ജീവിച്ചിരിക്കുന്നെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു. ഹല്ലേലൂയ. കണ്ടോ, ഇതാണ് നമ്മുടെ യേശു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ ദൈവം തെളിയിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്റെ യേശു മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് പിശാചിന്റെ തലയെ തകർത്ത് ഈ ബിഷപ്പിന്റെ കമ്മിറ്റിക്കാരുടെ അച്ഛന്മാർ നിങ്ങൾ തെളിഞ്ഞ് നടന്ന് യേശു തെളിയിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഞാനിതാ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്നു എന്ന് 40 ദിവസം അവിടെ കൂടെ നടന്ന് ശിഷ്യന്മാരുടെ കൂടെ ഈ പുരോഹിതന്മാരുടെ മുമ്പിലൂടെ, ഇതാ പീലാത്തോസിന്റെ മുമ്പിലൂടെ, ഹല്ലേലൂയ, മഹാപുരോഹിതന്റെ മുമ്പിലൂടെ, ശാസ്ത്രിമാരുടെ മുമ്പിലൂടെ, പരീശന്മാരുടെ മുമ്പിലൂടെ എന്റെ യേശു നടന്ന് തെളിയിച്ചു. ഒറ്റ ഒരുക്കാനെങ്കില്ല. ഹല്ലേലൂയ. അവരെല്ലാം ഇപ്പൊ പേടിച്ച് ഒളിക്കാൻ തുടങ്ങി. ആരെങ്കിലും പുറത്തു ഈ 40 ദിവസം ബിഷപ്പ് പുറത്തിറങ്ങിയില്ല, പുരോഹിതന്മാർ പുറത്തിറങ്ങിയില്ല, കമ്മിറ്റിക്കാർ, പരീശന്മാർ, ശാസ്ത്രിമാർ പുറത്തിറങ്ങിയില്ല. പക്ഷേ യേശു കല്ലറയിട്ട് പുറത്തിറങ്ങി. ഞാനിതാ ഉയർത്തെഴുന്നേറ്റു, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തം എന്ന് പറഞ്ഞ പഴയതുപോലെ അത്ഭുതങ്ങൾ ചെയ്ത് അടയാളങ്ങൾ ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി അവിടെ കൂടെ ഇന്ന് ഭക്ഷിച്ച യേശു തെളിയിച്ചു. ഞാൻ മരണത്തോടെ തീർന്നു പോയില്ല, ഞാൻ കല്ലറയോടെ തീർന്നു പോയില്ല, ഞാനിതാ ജീവിച്ചിരിക്കുന്നു പറഞ്ഞ 40 ദിവസം യേശുവിനെ ശിഷ്യരോട് കൂടെ നടന്ന യേശു തെളിയിച്ചു കൊടുത്തു. വിളിച്ചു പറയാം, ഒരു മന്ത്രവാദിക്ക് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഒരു ശുദ്രത്തിന് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഒരു ആഭിചാരകൻ എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഒരു പിശാചിനെ ഒതുക്കാൻ പറ്റത്തില്ല. ഇനി എത്ര രൂപ എനിക്ക് വേണ്ടി മുടങ്ങി മന്ത്രം ചെയ്താലും നേരത്തെ കാഴ്ച ഇട്ടാലും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, എന്നെ തകർക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്ക് എന്റെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലവിടെ വ്യാപരിക്കുന്നു. കരങ്ങളെ എണീറ്റവരെ തുതിക്ക്, കരങ്ങളെ എണീറ്റവരെ തുതിക്ക്. ഇന്ന് ജയത്തിന്റെ ദിവസമാണ്, ഇന്ന് തുള്ളിച്ചാടേണ്ട ദിവസമാണ്. ഇന്ന് മക്കൾക്ക് യേശു ജയാളിയായിട്ട് 2025 വർഷമായി. ഇന്ന് പകൽക്കാലം ഇന്ന് വരെ ഈ ദൈവത്തെ ഒതുക്കാൻ ആരെ കൊണ്ട് കഴിഞ്ഞില്ല, ആരെ കൊണ്ട് കഴിഞ്ഞില്ല. എന്റെ യേശു ജയാളിയായി ഇതാ ഇന്ന് തുടരുന്നു. ഹല്ലേലൂയ. എന്റെ കേൾക്കുന്ന സഹോദരങ്ങളെ, അനേകം പേർ ഇതിനെ ഒതുക്കാൻ നോക്കി, പക്ഷെ ആരെ കൊണ്ട് ഇതിനെ ഒതുക്കാൻ പറ്റില്ല. യേശു 40 ശിഷ്യന്മാരോടൊപ്പം നടന്നിട്ട് യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു. അടുത്ത ശുശ്രൂഷ യേശു പത്രോസിനും കൂടുന്ന ശിഷ്യന്മാർക്ക് കൈമാറി. പക്ഷെ അവർ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവരെ പിടിച്ച് ജയിലിലിട്ടു, അടി കൊടുത്തു, അവരെ ഒതുക്കാൻ നോക്കി, പക്ഷെ അവരെ ഒതുക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറും 120 പേരിൽ തുടങ്ങിയത്. ഹല്ലേലൂയ. അടുത്ത അധ്യായം വായിക്കുമ്പോൾ ഹല്ലേലൂയ ഇതാ 3000 ആയി, 4500 ആയി, ഇത് 5000 ആയി, 10000 ആയി, ലക്ഷമായി, കോടിയായി മാറിക്കഴിഞ്ഞു. ഇതിനെ ഒതുക്കാൻ ആരെക്കൊണ്ട് പറ്റിയിട്ടില്ല. ഈ സുവിശേഷത്തെ ഒതുക്കാൻ. ഹല്ലേലൂയ. പത്രോസിനെ പിടിച്ച് ജയിലിലിട്ടു. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ദൂതൻ ഇറങ്ങി ജയിലിനവരെ തുറന്നു വിട്ടു. ഹല്ലേലൂയ. അടുത്ത വീണ്ടും ഇതാ യാക്കോബിനെ പിടിച്ച് വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. അടുത്ത ദിവസം പത്രോസിനെ പിടിച്ച് ഇട്ടിരിക്കുകയാണ് കൊല്ലാൻ വേണ്ടി. പക്ഷെ സ്വർഗ്ഗത്തിലെ ദൂതൻ ഇറങ്ങി. ഹല്ലേലൂയ. ഇതാ പത്രോസിനെ ജയിലിന് പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. വീണ്ടും പിടിച്ച് അടി കൊടുത്തു. പൗലോസിനെ ശീലാസിനെ അടി കൊടുത്തു, കല്ലെടുത്ത്. ഹല്ലേലൂയ.
വേണ്ടി ഈ സുവിശേഷത്തെ ഒതുക്കാൻ ഹല്ലേലൂയ ഒരു കല്ലറയെ കൊണ്ട് ഹല്ലേലൂയ യേശുവിനെ ഒതുക്കാൻ പറ്റിയില്ല. ഒരു പിശാചിനെ കൊണ്ട് എന്റെ യേശുവിനെ ഒതുക്കാൻ പറ്റിയില്ല. ഒരു ഹെരോദ രാജാവിനെ കൊണ്ട് എന്റെ യേശുവിനെ ഒതുക്കാൻ പറ്റിയില്ല. ഒരു ചങ്ങലയെ കൊണ്ട് യേശുവിനെ ഒതുക്കാൻ പറ്റിയില്ല. ഒരു ജയിലിനെ കൊണ്ട് എന്റെ ദൈവത്തെ ഒതുക്കാൻ പറ്റിയില്ല. എന്റെ യേശു ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നു ശിഷ്യന്മാരെ ഒതുക്കാൻ പറ്റിയില്ല. ഇന്ന് പകൽക്കൽ ഞാൻ പറയാം, ഈ സുവിശേഷത്തെ ഇന്ന് ഒതുക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ യേശു ജയാളിയാണ്. ഇത് തീരും പിടിച്ചതാണ്, വേലത്ത് വാഴത്തില്ല. മനസ്സിലായ 2025 വർഷം കൊണ്ട് നോക്കുന്നതിന് ഒതുക്കാം. പക്ഷെ ഇന്ന് വരെ ഒതുക്കാൻ ആരെ കൊണ്ടും പറ്റിയിട്ടില്ല. ആരൊക്കെ ഒതുക്കാൻ നോക്കുന്നോ അവരുടെ മുമ്പിൽ തന്നെ ഇതാ നമ്മൾ പറയും പോലെ പന പോലെ തഴയ്ക്കുകയാണ്. ഇതാ ഒതുക്കാൻ നോക്കുന്നതിന് മുമ്പിൽ തന്നെ ഇത് പന പോലെ തഴയ്ക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ഓൾട്ടയർ പറഞ്ഞു, ഞാൻ സുവിശേഷത്തെ മുഴുവനും നശിപ്പിച്ചു കളയും, ഭൂമിയെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ അനേകം ഉണ്ടായിരുന്ന ബൈബിളുകളെ മൊത്തം എന്ത് ചെയ്തു? കൂട്ടിക്കൊണ്ട് അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂട്ടിട്ട് എന്ത് ചെയ്തു? ചുട്ടുകരിച്ചു. എന്നിട്ട് അട്ട വെച്ചിട്ട് ഞാൻ സുവിശേഷത്തെ ഭൂമിയിൽ തുടച്ചു നീക്കി, ദൈവമില്ല എന്ന് പറഞ്ഞു. ആ തട്ട രസിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില വർഷങ്ങൾ കഴിഞ്ഞു, അവൻ ലോകത്തോട് മാറ്റപ്പെട്ടു. നിങ്ങൾക്കറിയാമോ അടുത്ത സംഭവം? അവൻ താമസിച്ചിരുന്ന വീടിനെ ജനീവ ബൈബിൾ സൊസൈറ്റി വാങ്ങിയിട്ട് അവന്റെ വീടിനെ ബൈബിൾ അച്ചടിക്കുന്ന പ്രസാദ് മാറ്റി. ഹല്ലേലൂയ. ആര് ഈ ബൈബിളിനെ ചുട്ടുകരിച്ചു? ആര് സുവിശേഷത്തെ തകർക്കുമെന്ന് പറഞ്ഞു? അവന്റെ വീടിനെ ബൈബിൾ അച്ചടിക്കുന്ന അച്ചടി പ്രസാദ് ദൈവം മാറ്റി. ഹല്ലേലൂയ. ഇന്നും ഏറ്റവും അധികം വിറ്റഴിക്കുന്ന പുസ്തകം ബൈബിളാണ്. ഏറ്റവും അധികം പേർ വാങ്ങിയ പുസ്തകം ബൈബിളാണ്. ഏറ്റവും അനേകം ഭാഷകൾ വിവർത്തനം ചെയ്യപ്പെട്ടത് ബൈബിളാണ്. ഇന്നും ഏറ്റവും അധികം പേർ വായിക്കുന്നത് ബൈബിളാണ്. ഏറ്റവും ചെലവാക്കുന്നത് ബൈബിളാണ്. ഇന്നും അതിന്റെ അച്ചടി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നും ഇത് ഓരോ വീടുകളിലേക്ക് കയറി ചെന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതിനെ ഒതുക്കാൻ ആരെ കൊണ്ട് പറ്റിയിട്ടില്ല. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യം പറഞ്ഞു ഇതിനെ ഒതുക്കുന്നത്. പക്ഷേ ആ ചൈനക്കകത്ത് ഇന്ന് സഭകൾ രൂപാന്തരപ്പെട്ടു. ഇന്ന് സുവിശേഷം എത്തി ചൈനക്കകത്ത് അനേക സഭകൾ വെളിപ്പെട്ടു. പാകിസ്ഥാനിനകത്ത് അനേക സഭകൾ വെളിപ്പെട്ടു. ഇന്ന് സൗദി അറേബ്യയിൽ സഭകൾ വെളിപ്പെട്ടു. ഇറാഖിൽ, ഇറാനിൽ, സകല മുസ്ലിം കൺട്രികളിൽ ഇതാ ഈ സഭകൾ വെളിപ്പെട്ടു. ദൈവത്തിന്റെ സുവിശേഷം ഇതാ ഇന്ന് തീർച്ചയായും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ ഒതുക്കാൻ, ഇതിനെ ഒതുക്കാൻ, ഇതിനെ ഒതുക്കാൻ സൗദി രാജകുമാരൻ വരെ ഈ യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ ആരൊക്കെ ഇതിനെ ഒതുക്കാൻ നോക്കിയോ അവരെല്ലാം ദൈവം പിടിച്ച് ദൈവത്തിന്റെ വേലക്കാരായി മാറ്റി. ഓ ജീസസ്. കാരണം ഒന്നേ ഉള്ളൂ, എന്റെ യേശുവിനെ ഒതുക്കാൻ ആരെ കൊണ്ട് പറ്റിയില്ല. ഒരു പിശാചിനെ കൊണ്ടോ, ഒരു പുരോഹിതനെ കൊണ്ടോ, ഒരു മഹാപുരോഹിതനെ കൊണ്ടോ, ഒരു ശാസ്ത്രിയെ കൊണ്ടോ, ഒരു പരീക്ഷനെ കൊണ്ടോ എന്റെ യേശുവിനെ ഒതുക്കാൻ പറ്റിയില്ല. ഒരു കല്ലറയെ കൊണ്ട് പറ്റിയില്ല. ഒരു പീഡാനത്തെ കൊണ്ട് പറ്റിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അവന്റെ മക്കളെ എന്നെ നിങ്ങളെ ഒതുക്കാം. ഒരു പിശാചിനെ കൊണ്ടോ, ഒരു മഹാപുരോഹിതനെ കൊണ്ടോ, ഒരു സാത്താനെ കൊണ്ടോ, ഒരു മന്ത്രവാദത്തെ കൊണ്ടോ, ഒരു ആഭിചാരത്തെ കൊണ്ടോ ഒന്ന് പാട്ട് മനസ്സിലാകുന്നത്. ആദ്യ കരങ്ങളെ കരങ്ങളെടുത്ത് ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ വേലയിൽ ഉറപ്പുള്ളവര് ധൈര്യശാലികളായിരിക്കും, കുലുങ്ങാത്തവരായിരിക്കും. എങ്കിൽ എന്റെ ദൈവം നിങ്ങളെ ഉയർപ്പിക്കും. ഹല്ലേലൂയ. എന്റെ യേശു നിങ്ങളെ ഉയർപ്പിക്കും. ഹല്ലേലൂയ. എന്റെ യേശു നിങ്ങളെ ഉയർപ്പിക്കും. എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കും. ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേൽക്കാം. നമ്മൾ ദൈവത്തിന് പാട്ട് പാടി ചുമക്കുമ്പോൾ ഹല്ലേലൂയ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിന് ജയം ജയം എപ്പോഴും, യേശുരാജൻ നാമത്തിന് ജയം ജയം എപ്പോഴും. ശത്രുഗണം മുന്നകവെ ചെങ്കടലിൽ മുങ്ങിപ്പോൾ, ശത്രുഗണം മുന്നകവെ ചെങ്കടലിൽ മുങ്ങിപ്പോൾ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ല, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ല. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിന് ജയം ജയം എപ്പോഴും, യേശുരാജൻ നാമത്തിന് ജയം ജയം എപ്പോഴും. തകരുന്ന
ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും ഭാഗ്യവാന്മാരോട് ഞാൻ ജയത്തിന്റെ വാക്കുകൾ ഭാഗ്യവാന്മാരോട് ഞാൻ ജയത്തിന്റെ വാക്കുകൾ ആഘോഷമായി പാടിയില്ല ചുറ്റി ആഘോഷമായി പാടിയില്ല ചുറ്റി ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും ശാപത്തെയും ശാപത്തെയും ശാസിക്കാൻ കഴിച്ചു പാപത്തെയും ശാപത്തെയും ദൂഷിക്കാൻ കഴിച്ചു പാപത്തെയും പാപത്തെയും കാലുകളിൽ കൊണ്ടു പാപത്തെയും പാപത്തെയും കാലുകളിൽ കൊണ്ടു ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും ശത്രുഗണം മുന്നാകവേ ഞങ്ങളെ മുന്നിപ്പോൾ ശത്രുഗണം മുന്നാകവേ ഞങ്ങളെ മുന്നിപ്പോൾ കൈയുടെ എതിർപ്പുകൾ കൈയുടെ എതിർപ്പുകൾ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും തകർക്കുന്ന രാജരാജൻ ധൈര്യത്തിന്റെ മുമ്പില തകർക്കുന്ന രാജരാജൻ ധൈര്യത്തിന്റെ മുമ്പില നായകനുള്ളതില്ല ജയം ജയം എപ്പോഴും നായകനുള്ളതില്ല ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പില തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പില നായകനുള്ളതിൽ ജയം ജയം എപ്പോഴും നായകനുള്ളതില്ല ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും ഭാഗ്യവാന്മാരോട് ഞാൻ ജയത്തിന്റെ പാട്ടുകൾ ഭാഗ്യവാന്മാരോട് ഞാൻ ജയത്തിന്റെ പാട്ടുകൾ ആഘോഷമായി പാടിയില്ല ചുറ്റി കണ്ടതവരെ ആഘോഷമായി പാടിയില്ല ചുറ്റി കണ്ടതവരെ ഭാഗ്യവാന്മാരോട് ഞാൻ ജയത്തിന്റെ പാട്ടുകൾ ഭാഗ്യവാന്മാരോട് ഞാൻ ജയത്തിന്റെ പാട്ടുകൾ ആഘോഷമായി പാടിയില്ല ചുറ്റി കണ്ടതവരെ ആഘോഷമായി പാടിയില്ല ചുറ്റി കണ്ടതവരെ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും രക്തത്തിന്റെ മുദ്രയിടപ്പെട്ട ഒന്നിച്ച് രക്തത്തിന്റെ മുദ്രയിടപ്പെട്ട ഒന്നിച്ച് ആഗ്രഹങ്ങൾ ഊതിയപ്പോൾ പുതുതരത്തെ ആഗ്രഹങ്ങൾ ഊതിയപ്പോൾ പുതുതരത്തെ ജയം ജയം ഹല്ലേലൂയ ഓ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുവിന്റെ നാമത്തിൽ ജയം ജയം പാപത്തെയും ശാപത്തെയും ക്രൂശിലേറ്റം കഴിച്ചു പാപത്തെയും ശാപത്തെയും ക്രൂശിലേറ്റം കഴിച്ചു പാപനെ
സൈന്യത്തെയും കാൽവരിയിൽ കൊണ്ടുപോയി. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ കൊണ്ടുപോയി. ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാമം നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുനാമം നാമത്തിലും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാമം നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുനാമം നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുനാമം നാമത്തിൽ ജയം ജയം എപ്പോഴും തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പില തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പില നായകനെ ഉള്ളതിന ജയം ജയം എപ്പോഴും നായകനെ ഉള്ളതിന ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ തകർത്തേ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാമം നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുനാമം നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുനാമം നാമത്തിൽ ജയം ജയം എപ്പോഴും ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാമം നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുനാമം നാമത്തിൽ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാമം നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുനാമം നാമത്തിൽ ജയം ജയം എപ്പോഴും ഭയങ്കരമായ ജയങ്ങളെ പിടിക്കുകയാണ്. ഓ 2025 വർഷത്തിൽ മുമ്പ് വെളിപ്പെട്ട ജയം ഓ ഭാരതത്തിൽ ജയം വന്നിരിക്കുന്നു. ഭാരതത്തിൽ ജയം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ ഭയങ്കര ജോലികളെ പിടിക്കുകയാണ്. വിവാദ ജോലികളെ നടത്തിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഓ ഈ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. എന്റെ യേശുവിന്റെ ഭയങ്കര മഹത്വം വിവാദങ്ങൾ വ്യാപരിക്കുകയാണ്. എന്റെ യേശുവിന്റെ ഭയങ്കര മഹത്വം Hallelujah.
We are doing a country. We are doing a
ദൈവമോ മാരണഭാഷങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മാരണത്തിൽ അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്റെ ദൈവത്തിനെ പുറത്തെടുക്കുകയാണ്. പിശാച് ഇതുവരെ കെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം എന്റെ ദൈവത്തിനെ പുറത്തെടുക്കുകയാണ്. എന്റെ ദൈവത്തിനെ പുറത്തെടുക്കുകയാണ്. എന്റെ ദൈവത്തിനെ പുറത്തെടുക്കുകയാണ്. എന്റെ ദൈവത്തിനെ പുറത്തെടുക്കുകയാണ്. Oh Jesus, Rabana Shagena Raga Shage Ragene Raba Shage Ragene Nada യേശുവിന്റെ നാമത്തിൽ ബോധന ഭയങ്കര അത്ഭുതം. എല്ലാ രോഗികളും സൗഖ്യമായി കഴിഞ്ഞു. രോഗികളെല്ലാം സൗഖ്യമായി കഴിഞ്ഞു. ബോധന എന്തൊക്കെ രോഗം ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പൊ മാറി. മാരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. രോഗം മാറി ജയം വന്നിരിക്കുന്നു. രോഗം മാറി ജയം വന്നി. ബോധന പറയുമ്പോൾ തന്നെ ശരീരം ചെക്ക് ചെയ്യുക. സകല രോഗങ്ങൾ മാറുകയാണ്. തളർച്ചകൾ മാറുകയാണ്. എല്ലാ ഷുഗർ, BP, കൊളസ്ട്രോള്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, തൈറോയിഡുകൾ, മഴകൾ, ട്യൂമറുകൾ, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ എല്ലാം ഇപ്പൊ ബ്ലോക്കുകളെല്ലാം അപ്രത്യക്ഷമാകുകയാണ്. ദൈവത്തിന്റെ കാര്യം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ബോധന സ്വർഗ്ഗോട് ഇറങ്ങി വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മഹത്വ ബോധന വ്യാപരിക്കുന്നു. എന്റെ യേശുവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. കർത്താവേ, ഞാൻ ഇവരെല്ലാം ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവരെല്ലാം തൊട്ട് സൗഖ്യമാക്കിയാണ്. യേശുവിൻ അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവർ അനുഗ്രഹമായി മാറട്ടെ. ഇവർ അത്ഭുതമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവേ, അങ്ങനെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിച്ചെന്ന് യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്രവയ്ക്കുന്നു. അങ്ങ് തന്നെ കൂടെ അത്ഭുതങ്ങൾ ചെയ്യും. ദൈവത്തിന് ഭയങ്കര മഹത്വത്തോടെ വ്യാപരിച്ചെന്ന് അപ്പാ, നീ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങിയുടെ വന്നതെന്ന് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. സ്വർഗ്ഗത്തിൽ ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്തതെന്നാണ് യേശുവിൻ നാമത്തിൽ ഞാൻ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അസാധാരണ ദൈവശക്തിയുടെ വ്യാപരത്തിന് നന്ദി. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണ ഞങ്ങളുടെ വെളിപ്പെട്ടതിനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുവിൻ നാമത്തെ ബ്ലസ് ചെയ്യുന്നു. ഇവരെ അനുഗ്രഹിച്ചത് എല്ലാവർക്കും വലിയ ജയത്തെ കൊടുത്തതിന് നന്ദി. യേശുവിനെ ഇവരുടെ തലമുറകളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവർ അനുഗ്രഹമായി മാറട്ടെ. ഇവർ അത്ഭുതമായി മാറട്ടെ.
കുടുംബങ്ങൾ കർത്താവ് ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. തലമുറകൾ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. ജീവിത മക്കളെ അനുഗ്രഹമായി മാറട്ടെ. ഇവരെ ഏറ്റവും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനെ അനുഗ്രഹിച്ച് വലിയ ജയത്തെ കൊടുത്തരാൻ നന്ദി. എല്ലാ തോൽവികളും കർത്താവ് മാറ്റിയിട്ട് വലിയ ജയത്തെ കൊടുത്തരാൻ നന്ദി. യേശുവിൻ നാമത്തിൽ bless you. കർത്താവ് ചെയ്തതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പരിശുദ്ധ കർത്താവ് യേശുവിന്റെ കൃപയും പരിശുദ്ധം കൂട്ടാക്കി നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ.